നോക്കിയാ വരുന്നത്. ചേട്ടൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സാധനം ഒന്നും അറിയില്ല. സൈഡിൽ നിന്ന് വണ്ടി വരുന്നത് നോക്കാൻ അറിയില്ല. നോക്കാണ്ടെടുത്ത് വണ്ടി പേടിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ 120 വരെ നമുക്ക് മൈലേജിൻ്റെ നമുക്കിത് കാണിച്ചുകൊണ്ടിരിക്കും. ഹലോ ഗൈസ്, ട്രാൻസ്ഫർ വൈജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വണ്ടി ഒരു 615 കിലോമീറ്ററോളായിട്ടുണ്ട്. 500 ആയപ്പോൾ തന്നെ ഇതിൻ്റെ സർവീസ് വാണിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് 650, അവിടെ ചെല്ലുമ്പോൾ 640 കിലോമീറ്ററൊക്കെയാണ് നമ്മുടെ ഷോറൂമിൽ ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളതും എല്ലാം നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ. വണ്ടി അപ്പം ഒരു 500-600 കിലോമീറ്റർ ഓടിച്ചപ്പോൾ ഇതിന് മെയിനായിട്ട് അങ്ങനെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. മെയിനായിട്ട് അതായത് വണ്ടിയുടെ ക്ലച്ചിനൊക്കെ അങ്ങനെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അന്ന് ഫസ്റ്റ് ഇതിന് മുമ്പ് വണ്ടിയുടെ റിവ്യൂ ഇടാൻ നേരത്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വണ്ടി ഒന്ന് ഓഫായി. എന്താ സംഭവം എന്നറിയില്ല. വണ്ടി 3rd ഗിയറിലായിരുന്നു. ഒരു ചെറിയൊരു കയറ്റം കയറി വന്നിട്ട് വണ്ടി ഒന്ന് ഓഫായി. വണ്ടി ഓഫായിട്ട് വണ്ടിക്ക് എന്താ പറ്റിയെന്നും കറക്റ്റ് മനസ്സിലായില്ല. അതുകൊണ്ട് വണ്ടിയുടെ സൈഡിൽ ഒതുക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി പിന്നെ ഓഫ് ചെയ്തിട്ട് ഓണാക്കിയപ്പം പിന്നെ ആ ഒറ്റ തവണ ഇഷ്യൂ വന്നിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് വന്നതെന്നാൽ രണ്ടാമത് ഇഷ്യൂ ആയിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല. അതായത് നമ്മൾ വണ്ടി പോകുമ്പം നമ്മൾ പെതുക്കെ ഗിയർ അപ്പ് ചെയ്യുമ്പോൾ ഗിയറിനൊരു സ്ലിപ്പിംഗ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഗിയർ കറക്റ്റായിട്ട് ഗിയർ ഇൻഡിക്കേറ്റർ വീണ് കഴിഞ്ഞാലും ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് ഗിയർ വീണണം. ഒരുമാതിരി പവറിൽ വേണം ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് ഗിയർ സ്ലിപ്പാകാൻ ചാൻസ്. പിന്നെ വന്ന ഒരു ഇഷ്യൂ, അത് മേജറായിട്ടാണ് തോന്നില്ല. ഒരു തവണ 2 തവണയും കണ്ടാണ് എനിക്ക് ഇഷ്യൂ വന്നിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ നമ്മൾ സ്ലോ ആക്കി ഒരിടത്ത് നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്യാനായിട്ട് വണ്ടി സ്ലോ ആക്കിയപ്പോൾ വണ്ടി ഞാൻ ന്യൂട്രിട്ടപ്പോൾ ഇതിനകത്ത് ന്യൂട്രൻ്റെ ഇൻഡിക്കേറ്റർ കത്തി. ഇവിടെ ന്യൂട്രൽ ഇൻഡിക്കേറ്റർ, ഇവിടെ ഗിയർ പൊസിഷൻ്റെ അവിടെ 0 കാണിച്ചു. അതിനുശേഷം 0 കാണിച്ചതിന് ശേഷം വണ്ടി എന്തായെന്ന് പറഞ്ഞാൽ വണ്ടി ഞാൻ പെതുക്കെ ക്ലച്ച് വിട്ടപ്പോൾ വണ്ടി ഒന്ന് ഓഫായി. അത് ഒരു ഫസ്റ്റ് തവണ. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ന്യൂട്രിട്ട് ഞാൻ പെതുക്കെ ക്ലച്ച് വിട്ട് നോക്കിയപ്പോൾ വണ്ടി മൂവ് ആവുന്നില്ല. അത് എന്തിനാണെന്നറിയില്ല. ഞാനിപ്പോൾ പറഞ്ഞ നമ്മൾ 5th ഗിയർ ഇടുമ്പം അല്ലെങ്കിൽ ആ 3rd ഗിയർ ഇടുമ്പോൾ നമുക്ക് ഉള്ള പ്രശ്നം വന്ന പോലെ ആണോ എന്നെനിക്കറിയില്ല. ഇതിൻ്റെ ന്യൂട്രൽ പൊസിഷൻ നമ്മൾ ഇടുമ്പോൾ കറക്റ്റായിട്ട് നമ്മളെ ഫസ്റ്റിനെ സെക്കൻഡിനെ കറക്റ്റ് പൊസിഷൻ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് നേരെ ഫസ്റ്റിലേക്കായിരിക്കും. ഫസ്റ്റിനും സെക്കൻഡ് ഇടയ്ക്ക് ഒരു മൈന്യൂട്ട് ഗ്യാപ്പിൽ വന്ന് കയറിയിട്ട് ഒന്നുകിൽ ഫസ്റ്റിൻ്റെ അതിൻ്റെ ഗിയറിൻ്റെ പൊസിഷനിലായിരിക്കും വന്ന് കിടക്കുന്നത്. പക്ഷേ ഇൻഡിക്കേറ്റർ ന്യൂട്രലായിരിക്കും കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ക്ലച്ച് വിട്ട് കഴിയുമ്പോൾ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കും ഫസ്റ്റിൻ്റെ വിട്ട്. പിന്നെ ഒരു മൂവായിട്ടൊരു 20 മീറ്റർ 30 മീറ്റർ പോയി കഴിയുമ്പോഴത്തേന് ഇത് ഇരയ്ക്കും. അതായത് നമ്മൾ ക്ലച്ച് പിടിക്കുന്ന പോലെ വണ്ടി ഇരച്ചിട്ട് സൗണ്ട് വരും. അപ്പോൾ തന്നെ വണ്ടി അടിച്ചിട്ട് ന്യൂട്രിനകത്ത് കയറും. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ഓടിച്ചപ്പോൾ ഒരു 500 കിലോമീറ്റർ ഉള്ളിൽ എനിക്കത് ഒരു തവണ ഒന്നും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിക്കകത്ത് അങ്ങനെ പ്രശ്നമുള്ളതെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മുടെ ചില വണ്ടിക്കൊക്കെ പുതിയ വണ്ടിക്കൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ബാക്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് നമ്മളിപ്പോൾ ഫ്രണ്ട് ഡിസ്ക് പിടിക്കുമ്പോൾ അതിൻ്റെ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തുന്നൊരു പരിപാടി ഉണ്ടാകും. അത് പക്ഷേ ഈ ബാക്കിലത്തെ ബ്രേക്കിന് കിട്ടണമെങ്കിൽ ബാക്കിലത്തെ ബ്രേക്ക് ഫുള്ള് പിടിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യം ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഫ്രണ്ടിൽ പക്ഷേ ആ സ്വിച്ച് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്കിലത്തെ കിട്ടണമെങ്കിൽ നമ്മൾ ഫുള്ള് ബ്രേക്ക് പിടിച്ചാൽ മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. അത് എന്തിൻ്റെയാണെന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ ആയിട്ട് ചെറുതായിട്ട് നമുക്ക് ഫോഗ് കയറി കിടപ്പുണ്ട്. അത് അവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് പറയേണ്ടി വരും. ഫോഗിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ട്, അതും പറയാനുണ്ട്. പിന്നെ അതുപോലെ പിന്നെ മേജറായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നുള്ള എന്താണ് അതത്രേ ഉള്ളൂ. പിന്നെ കിക്കർ നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചെറുതൊരു കാര്യമുണ്ട്. കിക്കർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രവണത എല്ലാവർക്കും ഉണ്ട്. അതായത് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ സെൽഫ് അടിക്കേണ്ട എന്നുകൊണ്ട് നമുക്ക് കിക്കർ വെച്ച് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രവണത ഉള്ളവരുണ്ട്. പണ്ട് കാലത്ത് വണ്ടി എടുക്കുന്നവരാണെങ്കിൽ രാവിലെ ആദ്യം ചിലർ ഓണാക്കുമ്പം ചിലർ സെൽഫ് അടിക്കാണ്ട് ഈ കിക്കർ വെച്ചിട്ടിരിക്കുന്നവരുണ്ട്. ഞാനത് വെച്ച് നോക്കിയിട്ട് ഇതിന് കിക്കർ വർക്കാവുന്നില്ല. എന്താണെന്നറിയില്ല സംഭവം. ഈ കിക്കറേ എന്ന് പറഞ്ഞ സാധനമേ വർക്കാവുന്നില്ല. ഞാൻ ഒരു 5-6 തവണ ഞാൻ അടിച്ച് നോക്കി. 5-6 തവണ അടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കിക്കർ വർക്കാവുന്നില്ല. പിന്നെ ഇതിന് ഞാനപ്പം അവരോട് പറഞ്ഞിട്ടുണ്ട് അവരെ
അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഷോറൂമിലോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാനിപ്പം ഇപ്പോൾ ഒരു 300 കിലോമീറ്റർ ആയിട്ടുള്ളൂ. നമുക്കൊരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ 600 കിലോമീറ്റർ ആകുമ്പോൾ ഷോറൂമിലേക്ക് ഫസ്റ്റ് സർവീസ് ഉണ്ടല്ലോ, ആ ടൈമിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതും അപ്പോൾ ഇത്തവണ പോകുമ്പോൾ നോക്കണം. ഞാൻ പക്ഷേ വണ്ടി ഓടിച്ചിട്ട് കൊടുത്ത് നിർത്തിയിട്ട് ഞാൻ കിക്കർ അടിച്ച് നോക്കിയിട്ടില്ല. ഫസ്റ്റ് കോൾഡ് സ്റ്റാർട്ട് ഞാൻ കിക്കർ അടിച്ചാണ് നോക്കിയത്. അപ്പോൾ കിക്കർ അടിച്ച് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പം കിക്കർ വർക്കാവുന്നില്ല. അതെന്തിനാണെന്ന് അറിയില്ല. നമുക്കിപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആ കിക്കർ വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊന്ന് നോക്കണം, കിക്കർ നമുക്ക് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് നമുക്കൊന്ന് അറിയണം. അത്രയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഓവറോളായിട്ട് വന്ന ചെറിയ ചെറിയ ഇഷ്യൂസ്. അല്ലാണ്ട് വലിയ മേജർ ഇഷ്യൂസ് ആയിട്ട് ഒന്നും ഇതിനകത്ത് അങ്ങനെ കയറി വന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സർവീസ് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മൈലേജ് മൈലേജ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയത്, ഞാൻ ഫുൾ ടാങ്കിൻ്റെ മൈലേജാണ് ഞാൻ നോക്കിയത്. ഞാൻ ഫസ്റ്റ് വണ്ടി അവർ ഷോറൂമിൽ നിന്ന് തന്നപ്പം കുറച്ച് പെട്രോൾ ഒഴിച്ച് തന്നു. ഞാൻ എന്നിട്ട് അടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഒരു 1000 അടിച്ച് അന്നത്തെ റേറ്റ് 106-107 സംതിങ് ആയിരുന്നു പെട്രോളിൻ്റെ റേറ്റ് അന്ന് വന്നത്. അപ്പോൾ ഞാൻ 1000 അടിച്ച് ഏകദേശം ഒരു 9-9.5 ലിറ്ററോളം 1000 കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 250 അടിച്ച് മൊത്തം കണക്കിൽ വെച്ചിട്ട് ഏകദേശം ഒരു 11.25 ലിറ്ററോളം ഞാൻ പെട്രോൾ അടിച്ചു. ആ അടിച്ച 11.25 പെട്രോൾ അടിച്ചിട്ട് ഞാൻ ഓടിയ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 512 കിലോമീറ്ററാണ് ഞാൻ ഓടിയത്. അതായത് 1000 പിന്നെ 250 ഞാൻ അടിച്ചിട്ട് ഇതിനകത്ത് ഒരു 11.5 ലിറ്റർ സംതിങ് ഉണ്ട്. അതായത് 1250 ഡിവൈഡഡ് ബൈ എത്ര പെട്രോളിൻ്റെ റേറ്റ് 106.7. അത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടിയത് ഏകദേശം ഒരു 11.5 ആണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ അല്ലാണ്ട് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഫ്യൂൽ പമ്പ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മുടെ പണ്ടത്തെ വണ്ടികളുടെ കൂട്ട് MD ടാങ്ക് ടെസ്റ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. മറ്റേ പണ്ടത്തെ വണ്ടികളോട്ട് റിസർവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട്, നേരെ ഫ്യൂൽ പമ്പ് ആയതുകൊണ്ട് റിസർവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അപ്പം നമുക്ക് ആ ഒരു പ്രശ്നം വരും. പിന്നെ ഫ്യൂൽ പമ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്യൂൽ പമ്പ് മാറ്റാൻ പിന്നെ വേറെ പൈസ കൊടുക്കണം. ഞാനപ്പം നോക്കിയത് അങ്ങനെയാണ്. അതായത് 1250 ഞാൻ പെട്രോൾ അടിച്ചിട്ട് ഇതിനകത്ത് ഇവിടെ ഫ്യൂവലിൻ്റെ വാണിംഗ് ഇൻഡിക്കേറ്റർ കത്തും, ഇല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കട്ട നിൽക്കും. അപ്പോൾ ഞാൻ 1250 അടിച്ചിട്ട് ഏകദേശം ഇത് ഒരു കട്ട വന്ന് ഇടയ്ക്ക് വണ്ടി ഒന്ന് ചരിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കുമ്പം ഇതിൻ്റെ ഫ്യൂൽ വാണിംഗ് ഇൻഡിക്കേറ്റർ കത്തും. പിന്നെ അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടാക്കുമ്പോൾ ഒന്ന് കുലുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതായത് 2 കട്ട അങ്ങനെ വന്ന് കറക്റ്റ് നമുക്ക് നിൽക്കാൻ പറ്റും. ആ 2 കട്ട നമ്മൾ നിന്നിട്ട് ഞാൻ ഓടിയ കിലോമീറ്റർ 512 സംതിങ് ആണ്. അപ്പം എനിക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത് 40-45 അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ആ മൈലേജ് കിട്ടിയത്. അത് ഞങ്ങളുടെ ഭാഗത്ത് ഫുള്ള് കുറച്ച് ശബരിമലയ്ക്ക് പോകുന്ന ഏരിയയാണ്. കുറച്ച് ഹില്ല്, കുറച്ച് സ്റ്റീപ്പ്, അങ്ങനെ കുറേ റോഡുണ്ട്. അവിടെ എല്ലാം ഓടിച്ചിട്ടാണ് ഞാൻ ഈ 40-45 മൈലേജ് ഞാൻ നോക്കിയിട്ട്, അതായത് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ആ ഒരു പ്രൈസിൻ്റെ കമ്പയർ വെച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടി. അല്ലാണ്ട് ടാങ്ക് മൈലേജ് ഞാൻ നോക്കിയിട്ടില്ല. ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഞാൻ വെച്ച് നോക്കിയത്. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ കിട്ടിയത് 40-45 മൈലേജ് കിട്ടി. ഇനിയിപ്പം അടുത്ത സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ട്. നമുക്കൊരു ലോങ് ആയിട്ട് ഒരു റൈഡ് അല്ലെങ്കിൽ റോങ് ആയിട്ടൊരു യാത്ര പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടാങ്ക് മൈലേജ് നമുക്ക് വെച്ച് കിട്ടും. അത്രയാണ് ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ചെറിയ ഇഷ്യൂസിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് എങ്ങനെയാണ് സർവീസ്, എന്തൊക്കെയാണ് അവർ ഇതിൻ്റെ ഫസ്റ്റ് സർവീസിൻ്റെ വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് പോയി കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയുടെ കൊണ്ടുവച്ചേക്കാണ്. അതേപോലെ തന്നെ ഓരോരുത്തരുടെ ടൈമിംഗ് വെച്ചിട്ടുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പുറത്താണ് നമ്മുടെ ലോഞ്ച് വരുന്നത്, അതിൻ്റെ റിസപ്ഷനാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് സർവീസിന് വേണ്ടി വണ്ടി കൊടുക്കുന്ന 630 കിലോമീറ്ററാണ് നമുക്ക്, അതായത് 500 to 750 കിലോമീറ്ററാണ്. നമ്മൾ 630 നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. ഫസ്റ്റ് സർവീസിന് എങ്ങനെയൊക്കെയാണെന്ന് അത് നോക്കാം. വണ്ടി നേരെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ആളിനും പറഞ്ഞു നേരെ കയറ്റും. വണ്ടി ഒടുങ്ങിന് കയറ്റി വെച്ചിട്ടുണ്ട്. 9:45 കൊണ്ട് കൊടുത്തത്. കയറ്റിയപ്പം 11:15 8 വണ്ടിയാണ്. എല്ലാം കഴിഞ്ഞിട്ടാണ് കയറ്റുന്നത്. അതിന് ശേഷം നമ്മുടെ ടെക്നീഷ്യൻ വരികയും എൻജിൻ്റെ ഗാർഡ് എല്ലാം ഊരുകയും അതേപോലെ തന്നെ ഡ്രെയിൻ പ്ലഗ് തുറന്നു വിട്ട് പഴയ ഓയിലെല്ലാം റിമൂവ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയിൻ ലൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയിൻ ആദ്യം സ്പ്രേ അടിച്ച് ക്ലീൻ ചെയ്യുകയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയിൻ ലൂപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ ട്രെയിൻ അടച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ടോപ്പപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. വണ്ടി നമുക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ വേറെ വാഷിങ്ങിൻ്റെ മെഷീൻ ഉള്ള രണ്ടിന്ന് വാഷ് ചെയ്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് വാഷ് ചെയ്യുന്നതാണ്.
നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഇൻവോയ്സ് ആണ് ഇത്. അവരാദ്യം പറഞ്ഞാൽ 1800-നുള്ളിലാവുകയാണ്, എന്നിട്ട് 1563 നമുക്ക് ഫുള്ളായത്. നമ്മുടെ ഓയിലും അതേപോലെ തന്നെ വർക്ക്. ഇനി നമുക്കുള്ള നമ്മുടെ ഇൻഡിക്കേറ്റർ നമുക്ക് വരാനുണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ വാഷിംഗ് പെയിൻറ്റിങ് എന്നുണ്ട്. ഇനി ഇത്രയാണ് നമുക്ക് തന്നേക്കുന്ന ലിസ്റ്റുകളും എല്ലാം തന്നേക്കുന്നത്. ഇനിയിപ്പോൾ 3000 ഓരോ സർവീസ്, അതായത് ഓരോ ഓയിൽ ടോപ്പപ്പ് ചെയ്യാനായിട്ട് ഉള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സർവീസിൻ്റെ എമൗണ്ട് നമുക്ക് വരുന്നത് ഹീറോ എക്സ്പൾസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് വണ്ടി ഇറക്കുകയാണ്. ഇതിനകത്ത് ഇവിടെ നമ്മളൊരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വെള്ളം കയറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതപ്പോൾ അവരുടെ കയ്യിൽ സ്റ്റോക്കില്ല, അതപ്പോൾ വരും. അപ്പോൾ വണ്ടിയുടെ വാഷിങ്ങിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി സർവീസിനോട് തന്നെ വാഷിംഗ് ഉള്ളതാണ്, പക്ഷേ അവരുടെ മെഷീൻ കംപ്ലൈൻ്റ് ആയി. 2 ദിവസം കഴിയുമ്പോൾ ശരിയാക്കും. അപ്പോൾ 2 ദിവസം കഴിയുമ്പം ഇതിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതൊന്നിച്ച് വാഷിംഗ് കൂടെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം, അതുകൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ വാണിംഗ് എല്ലാം നമുക്ക് പോയിട്ടുണ്ട്. ഫസ്റ്റിൻ്റെ സർവീസിൻ്റെ പരിപാടിയുടെ എല്ലാം. അപ്പോൾ വണ്ടിയുടെ കാര്യം ഇനിയും വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നൂടെ നമുക്ക് നോക്കി അറിയാനുണ്ട്. പിന്നെ ആവറേജ് എല്ലാം സെയിം, നമ്മളെ കണ്ട അതേ സെയിം സാധനങ്ങൾ തന്നെ. മൈലേജ് ഇതിനകത്ത് പോസിബിൾ മൈലേജ് കാണിക്കുന്ന 70, 65, 120, അങ്ങനെയൊക്കെ 120 വരെ നമുക്ക് മൈലേജിൻ്റെ നമുക്കിത് കാണിച്ചുകൊണ്ടിരിക്കും. അതല്ലാണ്ട് വണ്ടിയുടെ പെർഫോമൻസ് നമ്മൾ കുറേ ഓടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റ് നമുക്ക് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പഴയതിനേക്കാൾ കയറിയൊക്കെ ചെറിയൊരു ഹൈറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി. കയറിയപ്പോൾ കുഴപ്പമാണെന്നറിയില്ല, പണ്ട് കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്ന കുറച്ച് ഹൈറ്റ് കുറഞ്ഞ പോലെ ഒരു തോന്നൽ, എന്തിനാണെന്നറിയില്ല. കുറച്ച് ഓടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ സംഭവങ്ങൾ എന്താണ് എന്നെല്ലാം നമുക്ക് ചെയിന് ചെറുതായിട്ടൊരു ലൂസ് ഉണ്ടായിരുന്നു, അത് അവർ ടൈറ്റ് ചെയ്ത് അതേപോലെ ചെയിൻ ലൂസ് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഇനിയിപ്പോൾ എത്ര 3000-ൽ 6000-ൽ നമ്മൾ അടുത്ത സർവീസ് ഉണ്ട്. പിന്നെ 3000 ആകുമ്പോൾ നമ്മൾ ഓയിൽ കുറച്ച് ടോപ്പപ്പ് ചെയ്തിട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നമ്മുടെ പഴയ അതേ സെയിമാണ്. നമ്മൾ കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവരടുത്ത് വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫാവുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒരു ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ക്ലച്ച് ആണെങ്കിൽ ഫുള്ള് ലൂസ്, ഒരു നല്ല ലൂസാക്കി ഇട്ടിട്ട് ക്ലച്ച് നമ്മൾ പകുതി പിടിക്കുന്നതിനും വരെ ലൂസാക്കി ഇട്ടിട്ട് അത് വിട്ടുപോകുന്നതാണ്. ക്ലച്ച് കുറച്ച് ഫ്രീ ഫ്ലൈ ഉണ്ടായാലും നമുക്ക് ഓടിക്കാനായിട്ട് വേറെ സ്ഥലം. ഇതിപ്പോൾ ക്ലച്ച് ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ശരിക്കും 3 ഇഞ്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ട് ചെറിയൊരു പിടുത്തമാണ്. ഇതൊരു ക്ലച്ച് ആണെങ്കിൽ കുറച്ച് അടുത്ത് വെച്ചിട്ടുണ്ട്, അങ്ങ് ചെന്നിട്ട് അത് മാറ്റി ശരിയാക്കേണ്ടി വരും. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സർവീസിൻ്റെ ഫുള്ള് വീഡിയോസ്. ഇനിയിപ്പോൾ നമ്മൾ പലതരം യാത്രകൾ പോകുന്ന വീഡിയോസ് എല്ലാം കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം